ഇത്രയും പോസിറ്റിവിറ്റി കൊണ്ടുവന്ന രണ്ട് പ്ലെയർ വേറെ സീസൺ 6 ആരുമില്ല കേട്ടോ. ഇവർ പോലെ ശ്വേതയും സാബുവിനെ പോലെ ഇത്രയും പോസിറ്റീവായി എന്ത് രസമായിരുന്നു. ഒരു അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഇവർ വന്ന മുമ്പ് ബിഗ് ബോസിന് ഒരു ചെറിയ ബിഗ് ബോസ് ഈ സീസണിൽ എന്താണ് നെഗറ്റീവ് ഉണ്ടായിരുന്നു. പുറത്താണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും എന്താണ് ഇത് തുടങ്ങിയ മുതൽ ആ റോക്കി സിജോ പ്രശ്നം, ഗബ്രി ജാസ്മിന്, അങ്ങനെ ഇപ്പം സിബിനി പല പല ആൾക്കാരെ പ്രശ്നങ്ങൾ. അത് കാരണം ഈ ബിഗ് ബോസ് സീസൺ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശം അഭിപ്രായം കിട്ടിയ സീസണാണ് ഈ 6 എന്ന് പറഞ്ഞത്. ഇവരുടെ ആ രണ്ടുപേരുടെ എൻട്രി വന്ന ശേഷം ബിഗ് ബോസ് സീസൺ 6 അങ്ങോട്ട് മാറി നല്ലത് പറയാൻ തുടങ്ങിയ ആൾക്കാർക്ക് അത്യാവശ്യം കുറേ പേര് നല്ലത് പറയണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്ത് രസമായിരുന്നു ഇവരുടെ ഗെയിം, ഇവരെ വർത്താനം, അവരോട് പെരുമാറണ രീതി. ഇപ്പോൾ ബിഗ് ബോസ് ഈ സീസണിലെടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയുന്നത് ഈ രണ്ടുപേരെ കൊണ്ടുവന്നതാണ്. ബിഗ് ബോസ് സീസൺ 6 പ്ലേയേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റും ഇവർ തന്നെയായിരുന്നു. വേറെ ആരിനും കൊണ്ടുവന്നാൽ ഇത്രക്കും അടിപൊളിയാകും എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ അവിടുത്തെ പ്ലേയേഴ്സൊക്കെ ഇച്ചിരി കൂടി നല്ല ഉണർന്ന് കുറച്ചും കൂടി ഒന്ന് മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. വാഴ പോലെ കിടക്കുന്ന ആൾക്കാർ പോലെ എഴുന്നേച്ച് പോകും വരേണ്ടതാണ്. പക്ഷേ ഒരു പ്രകാശം പരക്കട്ടെ എന്നൊക്കെ പറയില്ലേ, എന്നാൽ സീസൺ 3 കിടിലൻ ഫിറോസ് പറഞ്ഞ പോലെ അന്ന് അയാളെ കുറേ പേർ ട്രോൾ ചെയ്യെങ്കിലും അതിൻ്റെ ശരിക്കുള്ള ഒരു വാല്യൂ ഇപ്പോഴാറുണ്ട്. ഇവരൊന്നും പ്രകാശം പരന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബാണ് കൊണ്ടുവന്നത്. എന്ത് രസമായിരുന്നു ഇവർ കൊടുക്കുന്ന ഒരു മോട്ടിവേഷന്, കൊടുക്കുന്ന കാര്യങ്ങൾ, പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ എന്ത് രസമായിട്ടാണ് പോയത്. അവിടുത്തെ ആൾക്കാർക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു. അവർ തല്ലുപിടുത്തുണ്ടായെങ്കിലും പക്ഷേ അവരെ ഡീൽ ചെയ്ത രീതി, ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി, ആ ഷെയ്താമേനിയുടെ ആ ഒരു മോട്ടിവേഷൻ സ്പീച്ചൊക്കെ എന്ത് രസമായിരുന്നു. സാബു എന്താ ജിൻഡോ എന്താണ് ജാസ്മിനെ ഇരുത്തി പറയണ്ടായിരുന്നല്ലോ. ഗബ്രീൻ്റെ മാലേ സാബു കൊണ്ടുവച്ചപ്പോൾ ജാസ്മിൻ അത് വേണമെന്നപ്പോൾ പറഞ്ഞു, നീ എന്തിനാണോ നോക്കണ, നീ ഒറ്റക്ക് കളിക്കാൻ വന്നല്ലോ, ഒറ്റക്ക് കളിക്കണം, അവൻ എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ കുറേ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയേണ്ടി ഇവർ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഇവർ പോയി, ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ പോയി. അപ്പോൾ പോയപ്പോൾ എല്ലാവരും ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ അടുപ്പത്തോടെയാണ് ഇവർ അവിടെ നിന്ന് പോയത് തന്നെ. പിന്നെ രണ്ടുപേർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായി. അവരൊരു ഫോട്ടോ, അവർ വന്ന മുതൽ ചെയ്ത കാര്യങ്ങൾ ആക്ടിവിറ്റീസിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു 5-6 ഫോട്ടോസ് ഒരുമിച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഡയമണ്ട് അവർ പറഞ്ഞ പോലെ തന്നെ ക്ലൂവിൽ എടുക്കണം.